ചേട്ടാ നമസ്കാരം. ക്രിസ്മസ് ആയപ്പോഴേ ആൾക്കാർ വരുന്ന സമയം അതാണല്ലോ അല്ലേ? ആണല്ലേ. ക്രിസ്മസിന് കരോൾ എത്തുമ്പോൾ വീട്ടുകാർക്ക് സന്തോഷം. ചിലപ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ മുട്ടായി ആണെങ്കിലും കിട്ടുന്നതിന്റെ ഒരു ഗിഫ്റ്റ് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ആയിട്ട് ജിഞ്ചർ മീഡിയ എത്തുമ്പോൾ അല്ലെ വെറും കൈയോടെ എങ്ങനെ വരും അല്ലെ? പേരിൽ ഇഞ്ചി ഉള്ളതുകൊണ്ട് അല്ലാതെ സ്പെഷ്യൽ ഗിഫ്റ്റ്. അപ്പൊ എന്തായാലും ചേട്ടൻ റെഡ് ടീഷർട്ട് ആയതുകൊണ്ട് തന്നെ റെഡ് ബോക്സ് ആവാന്ന് വിചാരിച്ചു, ക്രിസ്മസിന്റെ തീമിൽ തന്നെ. അപ്പൊ ഹാപ്പി ആവട്ടെ. ഹാപ്പിയുടെ ഒരു കിടിലൻ ഗിഫ്റ്റ് തരുവാണ്. അപ്പൊ എന്തായാലും ഇതിന്റെ ഒപ്പം തന്നെ ഒരു സ്പെഷ്യൽ കാര്യമാണ്, പ്രത്യേകിച്ച് വർക്ക്ഔട്ട് ഒക്കെ സൗണ്ട് കേൾക്കും. അതായത് ചില്ലുപ്പിയാണ്, പക്ഷെ ജാമും ബട്ടറൊക്കെയാണ്. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി എനിക്ക്. അതെന്താന്ന് വെച്ചാല് കോഴിക്കോട് മദ്യനിരോധന ഇതിന്റെ പരിപാടിക്ക് തന്നെ വിളിച്ചിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ അവിടുത്തെ ഒരു പ്രശസ്തനായ പ്രഗത്ഭനായി, ഇപ്പൊ അദ്ദേഹം ഇല്ല, അദ്ദേഹമാണ് എന്നെ വിളിച്ചത്. അപ്പൊ ഇങ്ങനൊരു, അതായത് മദ്യനിരോധനത്തിന് വേണ്ടി ടിനി ടോം സംസാരിക്കും, ഞാൻ സംസാരിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഒരു സാധനം തന്നു. ഞാനിത് തുറന്നു നോക്കിയപ്പോഴേ വെറുതെ ഇങ്ങനെ പൊട്ടിച്ച് വരെ തമാശ ഇതെന്താ നോക്കട്ടെ എന്ന് നോക്കിയപ്പോ ബ്ലാക്ക് ലേബലാണ്. ഞാൻ പിന്നെ തുറക്കാൻ പറ്റൂ, ഇതെന്താ? ഞാൻ പറഞ്ഞു അടിപൊളി ഫ്ലവർ വേസ് ആണ്, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ പുള്ളി ഇങ്ങനെ നെഞ്ച് കത്തിയിരിക്കണ കഥ തീർന്നില്ലേ? മൊത്തം ഓൺലൈൻ അറിയാലോ. മറ്റേ പടത്തിലെ ഡെസന്റ് പറഞ്ഞ പോലെ ഈ മദ്യവിധ സമിതി എന്ന് പറഞ്ഞ എന്ത് നടക്കും, വെള്ളമടി നടക്കും പറഞ്ഞ പോലെ. അതുപോലെ ക്രിസ്മസ് ആണെന്ന് പറഞ്ഞാൽ തുറന്നു നോക്കുമ്പോൾ കുപ്പിംഗ് ഗ്ലാസ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ സംശയം തീർക്കാം, നമുക്കത് അൺബോക്സ് ചെയ്യാം അല്ലെ? നമുക്കത് റിവീൽ ചെയ്യാലോ? ടിൻചേട്ടൻ തന്നെ അൺബോക്സ് ചെയ്യാം. മറ്റേ ഇനി ആ സംശയം നിലനിർത്താൻ പാടില്ലല്ലോ. അല്ല, ചോട്ടാമുല പോലെ എല്ലാം കൂടി പൊട്ടിത്ത. പീനട്ട് ബട്ടർ ഇതൊക്കെയാണ്, കുഴപ്പമില്ല. കുപ്പി സോസിന്റെ ആണ്, പ്രശ്നമില്ല. കോട്ടറൊക്കെ ഇരിക്കും. ഏകദേശം ഹാപ്പിയുടെ എല്ലാത്തരം പ്രൊഡക്ട്സും ഹാപ്പിയുടെ ആണല്ലേ? അതെ. അപ്പൊ ടിൻചേട്ടനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് തരാണ്, പ്രത്യേകിച്ച് വർക്ക്ഔട്ട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ആളായതുകൊണ്ട്. പീനട്ട് ബട്ടർ. യെസ്. അപ്പൊ പീനട്ട് ബട്ടർ ഓൾറെഡി ഉണ്ട്. അതിന്റെ സ്പെഷ്യൽ നമുക്ക് നോ സോൾട്ട് ആയിട്ട് എന്തത് ഇത് പീനട്ട് ബട്ടർ. ഇനി വർക്ക്ഔട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മൊത്തം കപ്പലിന്റെ ആണല്ലോ. പണ്ട് പശുവിനെ കപ്പലിന്റെ പിണ്ണാക്ക് കൊടുക്കുന്നത്, മൊത്തം കപ്പലിന്റെ പിണ്ണാക്കാണ് ഇത്. പക്ഷെ റിച്ച് ആയിട്ട് നമ്മുടെ പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ ഏറണ്ടേ വേണ്ടി നല്ലതാണ്. പണ്ടൊക്കെ ഇത് കൊടുത്തിരുന്ന പശുവിന് നല്ല പാല് കിട്ടാനായിരുന്നു. ഇപ്പൊ മനുഷ്യൻ അത് മാറ്റിയിട്ട് പീനട്ട് ബട്ടർ. ഇപ്പൊ ചക്ക അതുപോലെ ആയല്ലോ. അതെ, ചക്ക ആർക്കും പശുവിന്റെ കൊടുത്തിരുന്നാണ്, ഇപ്പൊ അത് ഇതായി മാറി.